പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞയായിരുന്നു ഇന്നത്തെ ദിവസത്തെ പ്രധാന വാർത്തകളിലൊന്ന്. വയനാട് എംപിയായി പ്രിയങ്ക സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. കേരളീയ വേഷത്തിൽ ഭരണഘടന കയ്യിലേന്തി ഹിന്ദിയിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. വയനാട്ടിൽ നിന്നുള്ള UDF പ്രതിനിധി സംഘവും സാക്ഷിയായി ഉണ്ടായിരുന്നു. പ്രിയങ്ക വയനാട്ടിൽ നിന്നുള്ള മുസ്ലിം ലീഗ് എംപിയാണെന്ന് പരിഹസിച്ച് BJP രംഗത്തെത്തി. BJPയുടെ ആരോപണം അസഹിഷ്ണുതയുടെ തെളിവാണെന്നാണ് KC വേണുഗോപാൽ കുറ്റപ്പെടുത്തിയത്. വയനാട്ടിലെ ജനങ്ങളെ കേരളത്തെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ പ്രസ്താവനയും കേരളം വലിയ ടാർഗറ്റായി നടക്കുന്നവരാണല്ലോ BJP. അവർ കേരളത്തെ തന്നെ അവമാനിക്കുകയല്ലേ. ഇത് പണ്ട് അമിത്ഷാ എന്ന് അവിടെ പ്രസംഗിച്ചതാണ്, പാകിസ്ഥാനാണ് കേരളം എന്ന്. അതേ ഒരു രീതിയിലല്ല അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണോ പ്രസംഗിക്കേണ്ടത്? അപ്പോൾ ഇത് ഒറ്റ അജണ്ട മാത്രമേ ഉള്ളൂ. എന്തിനും ഒറ്റ അജണ്ട, ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം. ഇത് ഹിന്ദുക്കൾക്ക് ഗുണമുള്ളതാണോ ഈ അജണ്ട? അവിടെ എല്ലാവരും ഉണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ട്രൈബൽ പോപ്പുലേഷനുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് വയനാട്. രാധാകൃഷ്ണൻ ചേരുന്നു ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. രാധാകൃഷ്ണൻ, പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ വയനാട് വിഷയം ഉയർത്തും പാർലമെന്റിൽ എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ബഹളം മൂലം സഭ പിരിയുകയായിരുന്നു. തുടർന്നുള്ള നീക്കങ്ങൾ എന്താണ്? വയനാടുമായി ബന്ധപ്പെട്ട പ്രിയങ്ക ഏത് രീതിയിലായിരിക്കും കേന്ദ്ര സഹായം വൈകുന്നതിൽ ഇടപെടലുകൾ നടത്തുക? പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ മുൻപ് പലതവണ BJP ഉയർത്തിയിട്ടുള്ളൊരു വിഷയമാണ്. അവിടെ കൊടികൾ ഉൾപ്പെടെ, മുസ്ലിം ലീഗിന്റെ കൊടികൾ ഉൾപ്പെടെ പ്രചാരണത്തിന് ഉപയോഗിച്ചിരുന്നത് വലിയ ആക്ഷേപമായി ഉയർത്തിയിരുന്നതാണ്. ഇന്നിപ്പോൾ മുസ്ലിം ലീഗിന്റെ MP-യാണ് പ്രിയങ്ക ഗാന്ധി എന്ന് ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് വരെ, അല്ലെങ്കിൽ ആ രീതിയിൽ ആരോപണങ്ങൾ ഉയർത്തുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണല്ലോ. രാധാകൃഷ്ണൻ, തീർച്ചയായിട്ടും ആണ്. ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനം BJPയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായി. അതിന് അതേ നാണയത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ മറുപടിയും ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ ഈ സത്യപ്രതിജ്ഞ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിന് വലിയ ഊർജ്ജം നൽകുമ്പോൾ BJPയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ പ്രതിരോധമാണ് ആ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. ഇന്ന് കേരളീയമായിട്ടുള്ള വേഷത്തിൽ കൂടി എത്തി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തത് അവർക്ക് രാഷ്ട്രീയമായിട്ട് ഉള്ള ആ ഒരു കാഴ്ചപ്പാടിന്റെ കൂടി പ്രതിഫലനമായിട്ട് കണക്കാക്കേണ്ടതുണ്ട്. വലിയ ആവേശം കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച്, വയനാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് ഉണ്ടാക്കുന്നതാണ് പ്രിയങ്കയുടെ ഭാഗത്ത് നിന്ന് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഈ ഇടപെടൽ. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ ഈ ദുരിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലിന് തയ്യാറെടുക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നാളെ തന്നെ അവർ ഈ അടിയന്തര പ്രമേയമായി ഈ വിഷയം ഉന്നയിക്കാനായിട്ട് ശ്രമിക്കും. സഭ നിർത്തിവെച്ച് വയനാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യവും കേന്ദ്ര ഫണ്ട് നിഷേധിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യണം എന്നായിരിക്കും അവർ ആവശ്യപ്പെടുക. മാത്രമല്ല, വരുന്ന ദിവസങ്ങളിൽ ഡൽഹിയിൽ ഇതിന് അനുബന്ധമായിട്ടുള്ള സമരപരിപാടികൾക്കും പ്രിയങ്ക ഗാന്ധി തയ്യാറാവുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള കർമ്മപരിപാടികൾ ഇന്നാണ് ഈ സമരപരിപാടി തീരുമാനിച്ചിരുന്നതെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന് തുടർച്ചയായിട്ട് മന്ത്രിസഭാ സത്യപ്രതിജ്ഞ അടക്കം യാഥാർത്ഥ്യമാക്കേണ്ട ഒരു ചുമതല കോൺഗ്രസിനുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോയ സാഹചര്യത്തിലാണ് ഈ ഇന്നത്തെ പ്രതിഷേധ പരിപാടി മാറ്റിവെച്ചിരിക്കുന്നത്. അടുത്ത ദിവസം ആ പ്രതിഷേധ പരിപാടി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. വലിയ രീതിയിലുള്ള ജനവികാരം ആ സമ്മേളനത്തിൽ അഥവാ ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഉയർത്തുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഒപ്പം കേരളത്തിലും സമാനമായിട്ടുള്ള സമരപരിപാടികൾക്ക് പ്രിയങ്ക ഗാന്ധി നേതൃത്വം നൽകും. അടുത്ത ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധി കേരളം സന്ദർശിക്കുന്നുണ്ട്. വയനാട്ടിൽ തന്റെ വോട്ടർമാർക്ക് നന്ദി പറയാനാണ് അവർ എത്തുന്നത്. ആ ഘട്ടത്തിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടും ദുരന്ത നിവാരണ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടും ഒക്കെയുള്ള വിഷയങ്ങളിൽ തന്റെ ഭാഗത്തു നിന്നുള്ള വിമർശനം അവർ പങ്കുവയ്ക്കുകയും ചെയ്യും. ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധിയുടെ പ്രവർത്തനത്തിന്റെ ആദ്യ ദിവസമായിരുന്നു ഇന്ന്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടപടികൾ മറ്റൊന്നിലേക്കും കടക്കാൻ സഭ തയ്യാറായില്ല. ആ ഒരു സാഹചര്യത്തിൽ നാളെ ആയിരിക്കും പ്രിയങ്ക ഗാന്ധിക്ക് ഇത്തരത്തിൽ ഈ വയനാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അടക്കം ഉന്നയിക്കാനായിട്ടുള്ള അവസരം ലഭിക്കുന്നത്. അതിനെ വളരെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് ഒപ്പമുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത്. നാളെ തന്നെ ഈ വിഷയത്തിൽ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുകയും ആ വിഷയത്തിലെ മറുപടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുകയാണ് അവരെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്. ഈ വയനാട് പരാമർശവുമായി ബന്ധപ്പെട്ട് BJPയുടെ വയനാട് പരാമർശത്തെ തുടർന്ന് വളരെ ശക്തമായിട്ടുള്ള വിമർശനം കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നടത്തി. BJP വയനാടിനെ
നിലവിൽ വലിയ രീതിയിൽ ഈ ആദിവാസി മേഖലകൾ ഉൾപ്പെടുന്ന ഇടമായ വയനാടിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ബിജെപിയുടെ പ്രതികരണം എന്നുള്ളതാണ് കെ സി വേണുഗോപാലിന്റെ മറുപടി. ഇന്ന് രാവിലെയാണ് അമിത് മാളവിയ ബിജെപിയുടെ സമൂഹ മാധ്യമ തലവൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധി മുസ്ലിം ലീഗ് എം ആണ് എന്ന വിധത്തിലുള്ള പരാമർശം തന്റെ ട്വിറ്റർ അക്കൌണ്ടിലൂടെ നടത്തിയിരിക്കുന്നത്. ഇതിന് തുടർച്ചയായിട്ടാണ് ഈ വിഷയം വിവാദമായി മാറുകയും ചെയ്തത്. ശരി, ഏതായാലും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർലമെന്റിൽ എന്ന പ്രത്യേകതയുമുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ ലോക്സഭാംഗം കൂടിയായി മാറിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. വയനാട് വിഷയം തന്നെയായിരിക്കും, അതായത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ കേന്ദ്ര സഹായവും കേന്ദ്ര അവഗണനയും തന്നെയായിരിക്കും പ്രിയങ്ക ഗാന്ധി ആദ്യം ഉയർത്തുക എന്നതാണ് ആർ രാധാകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്.